ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ് ബസ്സുകളിൽ സൗജന്യ യാത്രയാണ്. ആദ്യം നമ്മൾ ഓർഡിനറി ബസ്സിലാണ് ആരംഭിക്കുന്നത്. അതിന് നിങ്ങൾക്കറിയാം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. പക്ഷേ ആ സാമ്പത്തിക ബാധ്യതയേക്കാൾ നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹത്തിലെ 50% വരുന്ന വനിതകൾക്ക് അവർക്ക് സൗജന്യമായി യാത്ര ഉള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ വനിതകൾക്ക് ഓർഡിനറി ബസ്സിൽ KSRTCയിലെ ഓർഡിനറി ബസ്സിലാണ് യാത്ര സൗജന്യമായി അനുവദിച്ചിട്ടുള്ളത്. ടിക്കറ്റ് നൽകുന്നു. ആ ടിക്കറ്റ് നൽകിയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ എത്ര പേര് യാത്ര ചെയ്തു. അതിനാണ് ടിക്കറ്റ് ഫ്രീ ആണ്. അത് മാത്രമല്ല KSRTCയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിരവധി പരിപാടികളെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ KSRTC നഷ്ടത്തിലാണ്. KSRTCക്ക് പുതിയ ബസ്സുകളില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ചില കർമ്മ പദ്ധതികൾ കൂടി ഗവൺമെന്റ് രൂപം നൽകുന്നു. ഇപ്പോൾ ഗവൺമെന്റ് KSRTCക്ക് പണം നൽകിയാണ് ഇപ്പോൾ ഈ സൗജന്യ യാത്ര ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം പെട്രോളിനും ഡീസലിനും ഒക്കെ അടിക്കടി വില കൂടുന്ന കാലമാണ്. സ്പെയർ പാർട്ടുകളുടെ വില കൂടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KSRTCയുടെ മാസം തോറുമുള്ള ശമ്പളം കൊടുക്കണം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥാപനം നേരിടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ KSRTCയെ രക്ഷിക്കാൻ വരുമാന വർധനവ് ഒരു ഭാഗത്ത് നടക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അവകാശമാണ്. സമൂഹത്തിൽ യാത്ര ചെയ്യാൻ പണ്ടൊക്കെ ആളുകൾ വീട്ടിലൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ മാറി അവർ വിദ്യാഭ്യാസം ചെയ്ത് തൊഴിൽ ചെയ്ത് ഓരോ കുടുംബത്തെയും നിലനിർത്തുന്നത് ഇന്ന് വലിയ പങ്ക് സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ടാകും, ഒരു സംശയവും വേണ്ട. അത് അടുത്ത ഘട്ടം മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കും. അതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവിടെ DTO ചൂണ്ടിക്കാണിച്ച പോലെ ചൂണ്ടിക്കാണിച്ച പോലെ ഗവൺമെന്റിന്റെ ഒരു വലിയ പരിപാടിയാണ് ഈ പരിപാടി. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ട്രാൻസ്പോർട്ട് മന്ത്രി CP ജോണും മുഖ്യമന്ത്രിയും ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. ഞാനിവിടെ തൃശ്ശൂരുള്ളത് കൊണ്ട് തൃശ്ശൂരിൽ ഈ പരിപാടി പങ്കെടുക്കാമെന്ന് MLA-യോട് ഞാൻ സംസാരിച്ചു. ഏതായാലും ഇവിടെ നമ്മുടെ വനിതാ കൗൺസിലേഴ്സ് എല്ലാം ഉണ്ട്, വനിതാ നേതാക്കന്മാരുണ്ട്, വനിതാ പ്രവർത്തകരുണ്ട്. എല്ലാവരും സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ ടിക്കറ്റ് എടുക്കും. നിങ്ങളെ ടിക്കറ്റ് എടുക്കാതെ യാത്ര. അതുകൊണ്ട് എന്റെ കൂടെ കയറുന്ന പുരുഷന്മാരെല്ലാം ടിക്കറ്റ് എടുക്കും. സ്ത്രീകൾ മാത്രം മതി. ആരെങ്കിലും ഇടിച്ച് കയറുകയാണെങ്കിൽ വളരെ പൈസ. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീ ഒരു അംഗീകാരമാണ് UDF ഗവൺമെന്റ്. ഇത് ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തതായി